ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബമാണ്. വയനാട് പനമരം പഞ്ചായത്തിലെ കുറുമ്പാലക്കോട്ടയിലാണ് ശുചിമുറി പോലുമില്ലാതെ ഒരു കൂട്ടം മനുഷ്യർ ദുരിത ജീവിതം നയിക്കുന്നതിന്റെ നേർക്കാഴ്ച. ഇത് കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി പണി വിഭാഗത്തിൽ ഉൾപ്പെട്ട ചന്ദ്രന്റെയും ശോഭയുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടക്കം 22 പേരാണ് ഇവിടെ കഴിയുന്നത്. എനിക്ക് ഇവിടെ 10 മക്കളുണ്ട്. ആ 10 മക്കൾക്ക് വീടുമില്ല. ഞങ്ങൾ അമ്മയും മക്കളും ഒരു വീട്ടിലാണ് കിടന്നിറങ്ങുന്നത്. പിന്നെ അപേക്ഷ കൊടുത്ത് ഞാനും എൻ്റെ മക്കളൊക്കെ മടുത്തു. അത് കാരണം പിന്നെ പോകുന്നില്ല. ഇപ്പം ഞങ്ങൾ ഈ പൊളിഞ്ഞ വീട്ടിൽ തന്നെ കിടന്നിറങ്ങും. പിന്നെ ഞങ്ങൾക്ക് മെമ്പർമാർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു, പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തു, എല്ലാം മടുത്തിരിക്കുക. ചുമർ തകർന്നു, മേൽക്കൂര ചോർന്നു. ആസ്പെറ്റോസ് ഷീറ്റുകളും ടാർപോളിൻ ഷീറ്റുകളുമാണ് മഴയും വെയിലുമേൽക്കാതെ സംരക്ഷിക്കുന്നത്. വീടിന്റെ അകം ഈ വിധമാണ്. മഴയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും റൂമിലൊക്കെ പോയി ഇരിക്കും. പക്ഷേ റൂമിൽ ഇരിക്കാനും പേടിയാണ്. വീട് ഭയങ്കര ചോർച്ചയാണ്. പിന്നെ അപ്പുറത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കൊണ്ട് ചുമരിൽ മൊത്തം വെള്ളം കയറുമായിരുന്നു. ഞങ്ങൾ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് വരെ കാര്യമൊന്നുമില്ല. ഈ മഴ വന്ന് ഇങ്ങനെ തണുപ്പൊക്കെ പിടിച്ചിരിക്കല്ലേ വീടിൻ്റെ അകത്ത്. അങ്ങനെ എപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പൊളിഞ്ഞൊക്കെ വീഴും. അത് ഇവിടെ വരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല. ഇങ്ങോട്ട് ബോട്ടിന് മാത്രം ഇങ്ങനെ കയറി വരുന്നുള്ളൂ. ഇതൊന്നും നോക്കാൻ അവർ വരുന്നില്ല. വരുമ്പോൾ പറയും ഞങ്ങൾ ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാമെന്ന്. ശുചിമുറിയില്ല, പറമ്പാണ് ആശ്രയം. കുടിവെള്ളത്തിനുമുണ്ട് ബുദ്ധിമുട്ട്. ബാത്റൂമിൽ പോകാനായെങ്കിൽ ഞങ്ങൾക്ക് പറമ്പിൽ പോകണം. കുട്ടികൾക്ക് അധികം വലുതായിരുന്നു. പരാതി ആരോടും പറയാനായെങ്കിൽ ആരും കയറി വരുന്നുമില്ല. അവർ ബോട്ടിനായിട്ട് മാത്രം ഇങ്ങോട്ട് കയറി വരും. ബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞുകൂടി നോക്കൂല. വീടിന് പിറകിലെ പാറകൾ ഏതു സമയവും അടർന്നു വീഴാം. വീടു തന്നെ നിലം പതിക്കാം. വീടിന് മുന്നിൽ കാണുന്നത് വലിയ ഗർത്തമാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇവിടേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ തന്നെ വേണം വൻതുക. പൂർണ്ണമായ പുനരധിവാസം മാത്രമാണ് ഏക സാധ്യത. സർക്കാരിന്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ, ഇവിടുത്തെ ജനപ്രതിനിധികളുടെ, ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് ഈ 22 പേരടങ്ങുന്ന കുടുംബത്തിന്റെ ദുരവസ്ഥ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനത്തെ ഒരു കാഴ്ച തന്നെയാണല്ലോ, മറ്റേ ഏതെങ്കിലും സംസ്ഥാനത്തെ അല്ല. നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനയെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. 22 പേരാ കുഞ്ഞു മുറിയില്. അതെ, നമ്മൾ ആലോചിച്ച് നോക്കിയത് വീടൊക്കെ വെക്കുമ്പോഴേ ചിലപ്പോൾ കുട്ടികൾ പറയും എനിക്ക് സ്വന്തമായി മുറിയില്ല, പ്രൈവസി ഇല്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഈ 22 പേര്. നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. അത്രയും പേര് അത്രയും സ്ഥലത്തിനുള്ളിൽ എന്തൊക്കെയായിരിക്കും അവരുടെ ഒരു ജീവിതത്തിലെ നരക ജീവിതം തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അത് മന്ത്രി OR കേളുവിന്റെ മണ്ഡലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രി OR കേളുവിനാണ് വകുപ്പിന്റെ ചുമതലയുള്ളത്. മന്ത്രിക്ക് മുന്നിലേക്ക് നമ്മൾ ഈ വാർത്ത രാവിലെ തന്നെ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിലിടപെട്ടേ മതിയാവുകയുള്ളൂ. മനുഷ്യാവകാശം അത് ഉറപ്പായും അത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ്. ആ രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന കുറച്ച് മനുഷ്യർ, അത് അവരുടെ മനുഷ്യാവകാശങ്ങളുടെ ബേസിക് മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടും. ആ വാർത്ത കണ്ടെന്നതിനെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇടപെടൽ നടത്തിയ സുർജിത്തിന് അഭിനന്ദനങ്ങൾ. എന്തായാലും അതിന് പരിഹാരം ഉണ്ടായാൽ മതിയാവുള്ളൂ. കാര്യം അവർ മനുഷ്യരാണല്ലോ, നമ്മളെപ്പോലൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ് അവരും. അവരെ അങ്ങനെ പുഴുക്കളെ പോലെ ജീവിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ കെനിയയിലും ജിബൂട്ടിയിലും ഒക്കെ സാധാരണ ഇങ്ങനെ കൊട്ട പോലെയുള്ള വീടുകളിൽ, കെനിയയിലാണെങ്കിൽ മസായി മാരകളുണ്ട്, അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നടപടി ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.